ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇതിനായിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അരഞ്ഞു കിട്ടാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുതേ. കണ്ടോ, ഇതുപോലെ കുഞ്ഞി കുഞ്ഞി തരിയായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി തേങ്ങ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൂടെ തന്നെ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് തയ്യാറാക്കാനായിട്ട് മെഷർമെൻറ്റ് കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ എടുക്കുന്ന തേങ്ങയും അരിപ്പൊടിയും ഒരേ പാത്രത്തിൽ തന്നെ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ, പച്ചവെള്ളം തന്നെയാണ്. നമ്മൾ ആദ്യമേ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ട് കുഴച്ചെടുക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എനിക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വന്നത്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ മാവ് 10 മിനിറ്റ് നേരം ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതായി മാവ് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. നമ്മളിതായി മാവ് കൊണ്ട് തയ്യാറാക്കണത് പൂരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പൂരി വേണം അതിനനുസരിച്ചിട്ട് ഉരുളകളാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എല്ലാം തന്നെ നമുക്ക് കണ്ടോ ഇതുപോലെ ഉരുളകളാക്കിയിട്ടെടുക്കാം. ഈ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഇതുപോലെ ഉരുളകളാക്കി എടുക്കാനായിട്ടും നല്ല എളുപ്പമാണ്. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. നമ്മൾ സാധാരണ പൂരിയൊക്കെ പരത്തണ പോലല്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ നല്ല ഷേപ്പിൽ കിട്ടാനൊക്കെ നല്ല പാടായിരിക്കും. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിൽ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളയിൽ നിന്നും ഒരെണ്ണം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് ഷേപ്പാക്കിയിട്ടെടുക്കാം. ഒരു തവണ മാത്രം നമ്മൾ ഈ ഇലയിൽ എണ്ണ തൂത്ത് കൊടുത്താൽ മതിയേ. പിന്നെ നമ്മൾ എത്ര എണ്ണം പരത്തിയെടുത്താലും നമുക്ക് ഈ ഇലയിൽ നിന്ന് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അരികു കൂടെ നമുക്കിത് ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ തന്നെ നല്ല രസമല്ലേ. കണ്ടോ, ഇനി ഇലയിൽ നിന്ന് എടുക്കാനായിട്ടും നല്ല എളുപ്പമായിരിക്കും. ഒരുപാട് കനം കുറച്ചിട്ടല്ല കേട്ടോ. കണ്ടോ, ഈ ഒരു കനത്തിലാണ് ഞാനിത് പരത്തി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഒന്നും വാഴയിലൊക്കെ ഉണ്ടാവണമെന്നില്ലല്ലോ. പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിൽ കണ്ടോ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എന്തായാലും ഉണ്ടാവില്ലേ. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇതും നമുക്ക് കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് സൈഡൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വിട്ട് വരുമ്പോൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. പാലിൻ്റെയോ ബ്രെഡിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കവർ ഇതിനായിട്ട് എടുത്താൽ മതി കേട്ടോ. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഇട്ട് കൊടുക്കാം. 30 സെക്കൻഡൊക്കെ ആകുമ്പോൾ തന്നെ ഇത് വീർത്ത് മുകളിലേക്ക് വരും. ഈ സമയം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സാധാരണ നമ്മുടെ പൂരി കഴിക്കണ പോലല്ല, ഇത് കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല രുചിയാണ് കേട്ടോ. അതുപോലെ ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയില്ല. നല്ല സോഫ്റ്റായിട്ടായിരിക്കും കേട്ടോ നമുക്കിത് കിട്ടുക. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ. ഒത്തിരി സമയമൊന്നും എടുക്കില്ല. നമ്മളെല്ലാവരും തന്നെ കൂടുതലായിട്ടും മൈദയും ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ടല്ലേ എപ്പോഴും പൂരി ഉണ്ടാക്കാറുള്ളത്. ഇതുപോലെ തേങ്ങയും അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് പൂരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യവേലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് തന്നെ കഴിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്കിത് ചായയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ്. ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാതെയാണ് കേട്ടോ നമുക്കിത് കിട്ടുക. അതുപോലെ തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യവേലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്